ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് യുദ്ധതന്ത്രങ്ങളുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിക്കുന്ന ഒരു മഹാശക്തിയുടെ ഉദയത്തിനാണ് ഇപ്പോൾ പശ്ചിമേഷ്യയും പാശ്ചാത്യ ലോകവും സാക്ഷ്യം വഹിക്കുന്നത്. റഷ്യയുടെ ആയുധപുരയിലെ ഏറ്റവും മാരകമായ ആയുധം സാത്താൻ 2 എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന RS-28 സർമത് മിസൈലിന്റെ പരീക്ഷണ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആഗോള സുരക്ഷാ ക്രമീകരണങ്ങൾ അടിമുടി ഉലഞ്ഞിരിക്കുകയാണ്. മണിക്കൂറിൽ 35,000 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന ഈ മിസൈൽ ആധുനിക യുദ്ധചരിത്രത്തിലെ ഏറ്റവും വേഗതമേറിയതും ശക്തവുമായ ആണവായുധ വാഹകനായി മാറിയിരിക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന ഈ പരീക്ഷണം കേവലം ഒരു ആയുധ പ്രദർശനമല്ല, മറിച്ച് അമേരിക്കയ്ക്കും നാറ്റോ സഖ്യത്തിനും നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പാണ്. 200 ടൺ ഭാരമുള്ള ഈ ഭീമൻ മിസൈലിന് ലോകത്തിന്റെ ഏത് കോണിലും സെക്കൻഡുകൾക്കുള്ളിൽ മരണം വിതയ്ക്കാൻ ശേഷിയുണ്ട്. ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെറും കളിപ്പാട്ടങ്ങളാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് സർമത്തിനെ ലോകത്തെ ഏറ്റവും അപകടകാരിയായ ആയുധമാക്കുന്നത്. ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വേഗത മാത്രമല്ല, സഞ്ചാര പഥവുമാണ്. സാധാരണ ഭൂഖണ്ഡാന്തര മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി സബ് ഓർബിറ്റൽ പാതയിലൂടെ സഞ്ചരിക്കാൻ സർമത്തിന് സാധിക്കും. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് തൊട്ടു മുകളിലൂടെയുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്തുക അസാധ്യമായ കാര്യമാണ്. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും മിസൈൽ പ്രതിരോധ കവചങ്ങൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് വടക്കൻ ധ്രുവത്തിലൂടെ എത്തുന്ന മിസൈലുകളെയാണ്. എന്നാൽ സർമത്തിന്റെ കരുത്ത് അതിശയിപ്പിക്കുന്നതാണ്. ഇതിന് തെക്കൻ ധ്രുവത്തിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും. ശത്രു രാജ്യങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ദിശയിൽ നിന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സർമത്ത് ആകാശത്തു നിന്ന് പതിക്കുമ്പോൾ തടയാൻ ആർക്കും സാധിക്കില്ല. 15ലധികം ആണവ പോർമുനകളെ ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ഒരു ചെറിയ രാജ്യത്തെ തന്നെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ പര്യാപ്തമാണ്. ഒരേ സമയം വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കുതിക്കാൻ ശേഷിയുള്ള പോർമുനകൾ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നു. റഷ്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2026 അവസാനത്തോടെ ഈ മിസൈലുകൾ സൈന്യത്തിന്റെ ഭാഗമായി മാറും. കോംബാറ്റ് ഡ്യൂട്ടി എന്ന് വിളിക്കപ്പെടുന്ന സജീവ സൈനിക സേവനത്തിലേക്ക് സർമത്ത് എത്തുന്നതോടെ റഷ്യയുടെ കരുത്ത് 10 മടങ്ങ് വർദ്ധിക്കും. പഴയകാല വ്യോയോഡ മിസൈലുകൾക്ക് പകരമായാണ് സർമത്ത് വരുന്നത്. എന്നാൽ അതിന്റെ പ്രഹരശേഷി മുൻഗാമികളെക്കാൾ എത്രയോ മടങ്ങാണ്. ഇറാന്റെയും ഉത്തര കൊറിയയുടെയും ആണവ നീക്കങ്ങളെ ഭീതിയോടെ നോക്കുന്ന അമേരിക്കയ്ക്ക് റഷ്യയുടെ ഈ പുത്തൻ കരുത്ത് വലിയൊരു തലവേദനയാണ് ഉണ്ടാക്കുന്നത്. നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും സർമത്തിനെ തടയാനാവില്ലെന്ന യാഥാർത്ഥ്യം അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നു. റഷ്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ സാങ്കേതിക വിദ്യയുടെ വേഗത ഭാവനകൾക്കും അപ്പുറമാണ്. ശബ്ദത്തെക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രതിരോധ മിസൈലുകൾ വിക്ഷേപിക്കാൻ പോലും ശത്രുവിന് സമയം ലഭിക്കില്ല. ആകാശത്ത് നിന്ന് ഒരു തീപ്പൊരി പോലെ മിന്നിമറിയുന്ന സർമത് സെക്കൻഡുകൾക്കുള്ളിൽ നഗരങ്ങളെ ശ്മശാനങ്ങളാക്കി മാറ്റും. ഈ പരീക്ഷണം വഴി പുടിൻ ലോകത്തിന് നൽകുന്ന സന്ദേശം ലളിതമാണ്: റഷ്യയുടെ അതിർത്തികൾ ലംഘിക്കുന്നവർക്ക് രക്ഷയുണ്ടാകില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും മറുപടിയായാണ് ഈ ഡൂംസ്ഡേ മിസൈൽ ഇപ്പോൾ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ പുടിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സർമത്തിന്റെ വിജയം സഹായിക്കും. ചൈനയും ഇറാനും ഉൾപ്പെടുന്ന റഷ്യൻ സഖ്യത്തിന് ഈ ആയുധം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിലും യുക്രൈൻ യുദ്ധഭൂമിയിലും റഷ്യയുടെ വാക്കുകൾക്ക് ഇനി കൂടുതൽ കനം കൂടും. ഭൗമരാഷ്ട്രീയത്തിലെ ഈ വലിയ മാറ്റം യൂറോപ്പിനെ വല്ലാത്തൊരു ആശങ്കയിലാക്കുന്നുണ്ട്. റഷ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സർമത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മിനിറ്റുകൾ പോലും ലഭിക്കില്ല. ലണ്ടനോ പാരീസോ ബെർലിനോ ലക്ഷ്യം വെച്ചാൽ റഷ്യയിൽ നിന്ന് വിക്ഷേപിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവ ചാരമാകും. അമേരിക്കയുടെ മിസൈൽ ഷീൽഡുകൾ പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പഴയകാല സാങ്കേതിക വിദ്യകളെ നേരിടാനാണ്. എന്നാൽ സർമത്തിന്റെ സൗത്ത് പോൾ റൂട്ട് ഈ ഷീൽഡുകളെ അപ്രസക്തമാക്കിയിരിക്കുന്നു. പണവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് അമേരിക്ക പടുത്തുയർത്തിയ സുരക്ഷാ കോട്ടകളെ റഷ്യ ഒറ്റ മിസൈൽ കൊണ്ട് തകർത്തിരിക്കുകയാണ്. 2026 സർമത്ത് പൂർണ്ണമായി സജ്ജമാകുന്നതോടെ ലോകം നേരിടാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളിയാണ്. ആണവായുധങ്ങൾ പ്രയോഗിക്കപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം പരസ്പര നാശമെന്ന ഭീതിയായിരുന്നു. എന്നാൽ സർമത്ത് പോലുള്ള ഒരു ആയുധം കയ്യിലുള്ളപ്പോൾ റഷ്യക്ക് തങ്ങൾ സുരക്ഷിതരാണെന്നും
ശത്രുവിനെ എപ്പോൾ വേണമെങ്കിലും തകർക്കാമെന്നുമുള്ള മുൻതൂക്കം ലഭിക്കുന്നു. റഷ്യൻ TV ചാനലുകൾ ഈ മിസൈലിനെ വിശേഷിപ്പിക്കുന്നത് സമാധാനത്തിന്റെ കാവൽക്കാരൻ എന്നാണ്. എന്നാൽ ലോകത്തിന് ഇത് വലിയൊരു ഭീതിയുടെ നിഴലാണ് സമ്മാനിക്കുന്നത്. ആയുധങ്ങൾ കൊണ്ടുള്ള ഈ കരുത്ത് പ്രദർശനം മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള ഒരുക്കമാണോ എന്ന് പലരും സംശയിക്കുന്നു. ഈ മിസൈലിന്റെ കൃത്യതയും എടുത്തു പറയേണ്ടതാണ്. കിലോമീറ്ററുകളോളം ദൂരെ ഇരുന്ന് ലക്ഷ്യസ്ഥാനം 1 സെന്റിമീറ്റർ പോലും മാറാതെ തകർക്കാൻ സർമ്മത്തിന് സാധിക്കും. ആധുനിക നാവിഗേഷൻ സംവിധാനങ്ങളും കൃത്രിമ ബുദ്ധിയും ഉപയോഗിച്ചാണ് ഇതിന്റെ പോർമുനകൾ നിയന്ത്രിക്കപ്പെടുന്നത്. ശത്രുവിന്റെ ഭൂഗർഭ ബങ്കറുകൾ പോലും സർമ്മത്തിന്റെ പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. സാമ്പത്തികമായി റഷ്യയെ തകർക്കാൻ ശ്രമിച്ചവർക്ക് സൈനികമായി തങ്ങൾ എത്രത്തോളം മുന്നിലാണെന്ന മറുപടിയാണ് ക്രെംലിൻ നൽകുന്നത്. ഉപരോധങ്ങൾക്കിടയിലും ഇത്രയും വലിയൊരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് റഷ്യൻ പ്രതിരോധ വ്യവസായത്തിന്റെ കരുത്ത് തെളിയിക്കുന്നുണ്ട്. മിസൈൽ പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭീമാകാരമായ പുകപടലങ്ങൾ ലോകത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് മുകളിൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. സർമ്മത്ത് എന്ന ഈ ആണവ രാക്ഷസൻ ലോകത്തെ കാത്തിരിക്കുന്നത് വലിയൊരു അനിശ്ചിതത്വത്തിലേക്കാണ്. 2026 എന്ന വർഷം ആഗോള സൈനിക ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടി വരും. റഷ്യയുടെ ഈ മിസൈൽ വിക്ഷേപണം ആഗോള അധികാരക്രമത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു കഴിഞ്ഞു. ഇനി ലോകം റഷ്യയെ പേടിക്കണം. കാരണം സർമ്മത്തിന് മുന്നിൽ ആർക്കും രക്ഷയില്ല.